നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഈ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ എത്തിച്ചു കൊടുക്കണേ എന്ന് നിയത്ത് വെക്കുന്നതിൽ വല്ല അപാകതയുമുണ്ടോ എന്നാണ് മറ്റൊരു ചോദ്യം. ഈ നിയ്യത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും അതിന് ഉദ്ദേശം ഉണ്ടാവണം. നമലാമാലു ബിന്നിയാത്ത് എന്നാണ്. നിയ്യത്തില്ലാതെ ഒരു കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കില്ല. പക്ഷേ ഇവിടെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ആ സ്വലാത്തിനെ നബിയിലേക്ക് എത്തിച്ചു കൊടുക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാൾ നബിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന സന്ദർഭത്തിൽ അയാൾ സ്വാഭാവികമായിട്ടുള്ള മനസ്സിലെന്താണ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ആയിരിക്കുമല്ലോ അത് ചെല്ലുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ സ്വലാത്ത് ചെല്ലുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടിയിട്ട് ആ ഒരു കൂലി കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ ഒരാൾ നബിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അതെന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മലക്കുകൾ അത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകം മലക്കുകൾ അള്ളാഹു ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഒരാൾ അങ്ങനെ ഉദ്ദേശിക്കുക എന്നുള്ളത് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ഉദ്ദേശം ഉണ്ടാവണം. ഏത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ഉദ്ദേശം ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ നബിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലുമ്പോൾ നബിക്ക് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആ കർമ്മം ചെയ്യേണ്ടത്. നമസ്കരിക്കുന്ന സമയത്ത് അതിൻ്റെ കൂലി കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഏത് കർമ്മങ്ങളും നമ്മൾ ചെയ്യേണ്ടത്. കാരണം നിയ്യത്തില്ലാത്തൊരു കർമ്മം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.